നമസ്കാരം. ഏഷ്യൻ ഗെയിംസ് അഥവാ ഏഷ്യാഡ് ഏഷ്യയിലെ രാജ്യങ്ങൾക്കായി 4 വർഷത്തിലൊരിക്കൽ നടത്തുന്ന കായിക മാമാങ്കം. ഇന്റർനാഷണൽ ഒളിമ്പിക്സ് അസോസിയേഷന്റെ ഭാഗമായുള്ള ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യയാണ് ഏഷ്യൻ ഗെയിംസിന്റെ സംഘാടകർ. ഒളിമ്പിക്സിലെ പോലെ തന്നെ ഓരോ ഇനത്തിലും 1ാം സ്ഥാനം നേടുന്നവർക്ക് സ്വർണ്ണ മെഡലും 2ാം സ്ഥാനം നേടുന്നവർക്ക് വെള്ളി മെഡലും 3ാം സ്ഥാനം നേടുന്നവർക്ക് വെങ്കല മെഡലും നൽകും. 16ാമത് ഏഷ്യൻ ഗെയിംസ് ചൈനയിൽ അരങ്ങേറുമ്പോൾ ഇതുവരെ നടന്ന ഏഷ്യൻ ഗെയിംസിനെ കുറിച്ച് ചെറിയൊരു വിവരണം.不一定总会有人来与你携手并肩。这里的一切会发光，会变得精彩至极。ജപ്പാൻ, ഫിലിപ്പൈൻസ്, ചൈന എന്നീ രാജ്യങ്ങൾ നടത്തിയിരുന്ന ഫാർ ഈസ്റ്റേൺ ചാമ്പ്യൻഷിപ്പ് ഗെയിംസ് ആണ് ഏഷ്യാഡിന് മുൻപ് ഏഷ്യയിൽ അരങ്ങേറിയ പ്രധാന കായികമേള. 1913 ഫിലിപ്പൈൻസിലെ മനീലയിലാണ് ആദ്യമായി ഈ കായികമേള അരങ്ങേറിയത്. 1938 ജപ്പാൻ ചൈനയെ ആക്രമിച്ചതോടെ ഈ കായികമേള ഇല്ലാതായി. L'imperatore passa in rassegna le truppe destinate alle zone di operazioni dell'Asia meridionale. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഏഷ്യ വൻകരയിലെ നിരവധി രാജ്യങ്ങൾ സ്വതന്ത്രമായി. ഏഷ്യയുടെ കരുത്തും കഴിവുകളും പ്രകടിപ്പിക്കുവാൻ പൊതുവായ ഒരു കായികമേള വേണമെന്ന ചിന്ത പല പൊതുരാഷ്ട്രങ്ങളും മുന്നോട്ട് വച്ചതോടെയാണ് ഏഷ്യൻ ഗെയിംസിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. 1948 ഓഗസ്റ്റ് മാസം ലണ്ടനിൽ നടന്ന 14ാമത് ഒളിമ്പിക്സിനിടയിൽ ഇന്ത്യൻ ഒളിമ്പിക്സ് കമ്മിറ്റി പ്രതിനിധിയായിരുന്ന ഗുരുദത്ത് സോദി ഏഷ്യൻ രാജ്യങ്ങൾക്കു മാത്രമായി ഒരു കായികമേള എന്ന ആശയം ഇതര രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി പങ്കുവച്ചതിനെ തുടർന്ന് ഏഷ്യൻ അത്ലറ്റിക്സ് ഫെഡറേഷൻ രൂപവൽക്കരിച്ചു. 1949 ഫെബ്രുവരിയിൽ ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ എന്ന പേരിൽ സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ഏതെങ്കിലും ഏഷ്യൻ രാജ്യത്തിന്റെ ഒളിമ്പിക്സ് കമ്മിറ്റിയെ പ്രതിനിധീകരിച്ചാണ് കായിക താരങ്ങൾ ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുക്കുക. മെഡൽ വിതരണം ചെയ്യുമ്പോൾ കായിക താരങ്ങൾ പ്രതിനിധീകരിക്കുന്ന രാജ്യത്തിന്റെ പതാക പ്രദർശിപ്പിക്കുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്യും. ഇനി ഏഷ്യൻ ഗെയിംസിന്റെ പുനഃക്രമീകരണത്തെക്കുറിച്ച്. ഏഷ്യൻ ഗെയിംസിന്റെ സംഘാടനം പുരോഗമിക്കവേ ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർത്തി 1962 തായ്വാനെയും ഇസ്രായേലിനെയും ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലി അംഗരാജ്യങ്ങൾ തമ്മിൽ തർക്കമായി.
ആ വർഷം ഏഷ്യൻ ഗെയിംസിന് ആതിഥേയത്വം വഹിച്ചിരുന്ന ഇന്തോനേഷ്യ ഈ രണ്ട് രാജ്യങ്ങളും പങ്കെടുക്കുന്നതിന് എതിർത്തു. 1970-ൽ ഉത്തര കൊറിയയിൽ നിന്നുള്ള സുരക്ഷാ ഭീഷണികളെ തുടർന്ന് ദക്ഷിണ കൊറിയ ആതിഥേയത്വത്തിൽ നിന്നും പിന്മാറി. ഇതേ തുടർന്ന് ദക്ഷിണ കൊറിയയുടെ പണമുപയോഗിച്ച് കഴിഞ്ഞ തവണ ആതിഥേയത്വം വഹിച്ച തായ്ലാന്റ് ഏഷ്യൻ ഗെയിംസിന് ഒരിക്കൽ കൂടി ആതിഥേയത്വമരുളി. ഇത്തരം സംഭവങ്ങളെ തുടർന്ന് ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ അഴിച്ചുപണിയുവാൻ അംഗരാജ്യങ്ങൾ തീരുമാനിച്ചു. ഒളിമ്പിക്സ് കൗൺസിൽ ഓഫ് ഏഷ്യ എന്ന പുതിയ പേര് സ്വീകരിച്ചു. ഏഷ്യൻ ഗെയിംസ് ഫെഡറേഷൻ ഇല്ലാതായെങ്കിലും മുൻ തീരുമാനമനുസരിച്ച് 1982-ലെ ഏഷ്യൻ ഗെയിംസ് ന്യൂഡൽഹിയിൽ വെച്ച് തന്നെ നടത്തപ്പെട്ടു. 1986-ലെ ഏഷ്യൻ ഗെയിംസ് മുതലാണ് OCA ഗെയിംസിന്റെ മേൽനോട്ടം ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നത്. തുടർന്നുള്ള ഗെയിംസുകളിൽ തായ്വാനെ ഉൾപ്പെടുത്തുകയും ഇസ്രായേലിനെ സ്ഥിരമായി ബഹിഷ്കരിക്കുകയും ചെയ്തു. 1944-ൽ പല അംഗരാജ്യങ്ങളുടെയും എതിർപ്പ് വകവയ്ക്കാതെ പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായ കസാഖിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, താജിക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളെ OCAയിൽ ഉൾപ്പെടുത്തി. 한국을 향하고 우리 아시아를 향하고 세계를 향한 손짓입니다. 한국의 평화스러운 모습 어떻게 점화를 하는지 시켜들었습니다. 14회 부산 아시안 게임 성화가 점화됩니다. 발알 타오르는 부산 아시안 게임에 지금부터 제14회 부산 아시아 경기대회 폐회식을 시작하겠습니다.